അപ്പോൾ വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ലൈക്ക് ഐ വാസ് സോ ഹെസിറ്റേറ്റഡ്. എനിക്ക് ഭയങ്കര ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ആസ് എ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ എന്ന് അക്രെഡിറ്റ് ചെയ്യുന്ന ഞാൻ ഈ ഒരു ഇഷ്യൂവിനെ പുറത്ത് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഐ ഫീൽ സോ ഗിൽറ്റി. സോ നമ്മളെല്ലാവരും കണ്ടതാണ് ഈ അടുത്ത് നെടുമങ്ങാട് നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ. ഒരു 1.5 വയസ്സായിട്ടുള്ള ഒരു കൊച്ചിനെ രണ്ടാനച്ഛൻ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ആൻഡ് ഇറ്റ് വാസ് സോ ക്രുവൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടീൻ്റെ 2 കൈകളും ബാൻഡേജ്ഡ് ആയിരുന്നു. നമ്മൾ മുന്നൊരു വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം, 2 കൈകളും ബാൻഡേജ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ റിപ്പോർട്ട് വന്ന സമയത്ത് 51 മുറിവുകളാണ് ആ കുഞ്ഞു ശരീരത്തിൽ. ആ 1.5 വയസ്സുകാരൻ്റെ ശരീരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ 51 മുറിവുകൾ എന്ന് പറയുമ്പം എത്രയ്ക്കും ക്രുവലാണ് ആ ഒരു വ്യക്തി. നിങ്ങൾക്ക് ആ കുട്ടീനെ നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളത് CWCൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ചൈൽഡ് ലൈനിലോ അല്ലെങ്കിൽ അമ്മ തൊട്ടിലോ ഏൽപ്പിക്കണമായിരുന്നു. നിങ്ങൾ എന്തിനാണ് ആ ഒരു കൊച്ചിനെ ഇത്രയും ക്രുവലായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഹേർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം? അതും കണ്ടു നിന്നിരുന്നത് 9 മാസം ചുവന്ന് പ്രസവിച്ച ഒരു അമ്മയാണ് ആ ഒരു ഇൻസിഡൻറ്റിന് കൂട്ടുനിന്നതെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. ഇത് ആദ്യമായിട്ടല്ല അമ്മമാർ ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ചെയ്യുന്നത്. ഇപ്പം റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റിൽ നിന്ന്, അതായത് 19 വയസ്സുകാരി പ്രസവിച്ച് കൊച്ചിനെ ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിയുന്ന, കുളിമുറിയിൽ നിന്ന് വലിച്ചെറിയുന്ന സംഭവങ്ങൾ. അതുപോലെ തന്നെ സ്വന്തം മക്കളെ കടലിൽ എറിഞ്ഞു കൊല്ലുന്ന, ഇങ്ങനെ ഒരുപാട് അമ്മമാരുണ്ട്. യെസ്, നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ യു ജസ്റ്റ് ഗീവ് ദ ചൈൽഡ് ടു സം അതർ. ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമുണ്ട്, റൈറ്റ്? ഒരു CWC ഉണ്ട്. വി ഹാവ് എ ചൈൽഡ് ലൈൻ. നമുക്കൊരു എന്താ പറയുന്നത്, വനിതാ ശിശുക്ഷേമ വകുപ്പുണ്ട്. അവിടെ അമ്മ തൊട്ടിലുണ്ട്. എത്രയോ കപ്പിൾസാണ്, എത്രയോ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസാണ് ഒരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അഡോപ്ഷൻ ലിസ്റ്റിൽ നിൽക്കുന്നത്. നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ ഗിവ് ദാറ്റ് ചൈൽഡ് ടു സം വൺ ഹു ഡിസേർവ് ഇറ്റ്. നിങ്ങളെ ആ കൊച്ചൊരിക്കലും ഡിസേർവ് ചെയ്തിരുന്നില്ല. ഓക്കെ, ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ക്രൂവൽ, നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ മൈൻഡ് എത്ര എന്താ പറയുന്നത്, അത്ര കല്ലായിട്ടാണോ നിങ്ങൾ ആ കൊച്ചിനെ ഇത്രയ്ക്കും ഹാം ചെയ്തത്? ഇഫ് യു സീ ദ പിക്ചർ ഓഫ് ദാറ്റ് ചൈൽഡ്, ഐ ആം നോട്ട് അറ്റാച്ചിങ് ദ പിക്ചർ, കാരണം നിങ്ങൾ ഇത്രയും ദിവസങ്ങളിലെ ന്യൂസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ കുട്ടീൻ്റെ മുഖത്തൊരു ചിരിയില്ല. ദർ ഇസ് നോ സ്മൈൽ ഓൺ ഹിസ് ഫേസ്. ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടി കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഒരു ചിരി ആ കുട്ടിയുടെ മുഖത്തില്ല. തിങ്ക് ഹൗ ഗ്രൂവൽസം ഇസ് ദ സിറ്റുവേഷൻ. ഈ ഇൻസിഡൻറ്റ് ഇത് ഫസ്റ്റ് ടൈം അല്ല. ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മൾ എല്ലാ കേസിൻ്റെയും ഒരു ഡെപ്ത് നോക്കുന്ന സമയത്ത് വി ക്യാൻ സീ എവറി കേസ് ഇസ് യുണീക്ക്. എല്ലാ കേസിലും അതിൻ്റേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്. ആൻഡ് വി ക്യാൻ സീ ദ സെയിം കൈൻഡ് ഓഫ് ലോ, അല്ലേ? ലോ ആണ് ഇവിടെ വയലേറ്റ് ചെയ്യുന്നത്. എന്തിനാണ് കുട്ടികളോട് ഇങ്ങനെ ചെയ്യുന്നത്? ദ തിങ് വിച്ച് ഐ ഹാവ് എ തോട്ട്, എനിക്കൊരു തോട്ട് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിനെ ഞാൻ ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ദ ഫുൾ റെസ്പോൺസിബിലിറ്റി. ആ കുഞ്ഞിനെ സ്വയം പറക്കാനുള്ള പ്രായമാകുന്നത് വരെ ഐ ഹാവ് ടു കെയർ ഫോർ ദാറ്റ് ചൈൽഡ്. ആ കുട്ടീനെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ ദ പ്രോസസ്, റൈറ്റ്? അതിനുശേഷം 10 മാസം അല്ലെങ്കിൽ 9 മാസം ചുവന്ന് പ്രസവിച്ച് ആൻഡ് ദെൻ യു ആർ ഗിവിങ് ദീസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ മാത്രം ആ കുട്ടി നിങ്ങളോട് എന്താണ് ചെയ്തത്? ആ കുട്ടി പറഞ്ഞോ എനിക്ക് വരണം ഈ ലോകത്തിലേക്ക് എന്നുള്ളത്? ഇറ്റ് വാസ് യു ഹു പ്ലാൻഡ് ദ ബർത്ത് ഓഫ് ദ ചൈൽഡ്. ആ കുട്ടീൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ചോദിച്ചത് ആ കുഞ്ഞിനല്ലേ? അച്ഛൻ്റെ വീട്ടുകാർ പറയുന്ന കേട്ടു, അച്ഛമ്മ പറയുന്ന കേട്ടു, 3 വയസ്സ് വരെ മുല കുടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ കൊച്ചിനെ വിട്ടുകൊടുത്തതെന്നുള്ളത്. നിങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ യു ഷുഡ് ഹാവ് ഗിവൻ ടു ദെം. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അവർ നോക്കിയേനെ ആ കൊച്ചിനെ. ആ കൊച്ചിപ്പോഴും ജീവനോടെ ഉണ്ടായേനെ. നമ്മൾ അതിൻ്റെ ഒരു റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വന്നിട്ടുള്ള ന്യൂസുകളൊക്കെ വായിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് സോ ഡിസ്റ്റർബിങ്. ആക്ച്വലി അത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഐ ഡോണ്ട് ഇൻറ്റൻഡഡ് ടു ഡു ഇറ്റ്. എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസിനെ പറ്റി സംസാരിക്കണമെന്നോ ഐ ഫീൽ സോ uncomfortable when coming before of a camera. Okay, but
എനിക്ക് ഇത്രയും അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് മീൻസ് എനിക്ക് ഇത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഈ അടുത്ത് ഉണ്ടായിട്ടില്ല. ഐ ഫീൽ സോ ബാഡ് റിയലി. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഓരോ വീട്ടിലെ അമ്മമാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റർബിങ് ഈവൻ ഫോർ യു. കാരണം എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ദീസ് തിങ്സ്. ആ മദർലി ഫീലിംഗ് ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം പോകുന്നത്. ഒരാൾ സ്വന്തം കുഞ്ഞിനെ ഉപദ്രവിക്കണ കാണുമ്പോൾ ആ അമ്മ മനസ്സ് ലൈക്ക് വൈ കാൺ ഷീ റെസ്പോണ്ട്, റിയാക്ട് ചെയ്യാൻ പറ്റാത്തേ. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ടു റെസ്പോണ്ട് ആൻഡ് റിയാക്ട്. വൈ കാൺ ഷീ ചൂസ് ദോസ്? എന്തുകൊണ്ടാണ് ആൾക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്തേ? വെൻ ഐ ഹാവ് ഇൻട്രോസ്പെക്റ്റഡ്, ഞാനത് നോക്കി വന്ന സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോ ഉണ്ട്, വി ഹാവ് ലോ, നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ലോ ഉണ്ട്, ബട്ട് അതിൻ്റെ എനാക്ട്മെൻ്റ് ഇല്ല. ഇപ്പം അവനെ തെളിവെടുക്കാൻ കൊണ്ടുവന്നപ്പം, അതായത് ഈ ഒരു പ്രതി, അതായത് ഈ കൊച്ചിൻ്റെ രണ്ടാനച്ഛനെ തെളിവെടുക്കാൻ കൊണ്ടുവന്നപ്പം നാട്ടുകാരൊക്കെ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് രോക്ഷാകുലരാകുന്നുണ്ടായിരുന്നു. ഈ നാട്ടുകാരെവിടെയായിരുന്നു ആ കുഞ്ഞിനെ 2 കൈ തല്ലുപിടിച്ച വീഡിയോ കണ്ട സമയത്ത്? ഇപ്പം അമ്മയ്ക്കും അച്ഛനും അല്ലെങ്കിൽ വീട്ടുകാർക്കും റിലേറ്റീവ്സിനും തന്നെ കംപ്ലയിൻറ്റ് ചെയ്യണം എന്നില്ല. ഏതൊരു വെൽ വിഷറിന് വേണമെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാം. CWC വിൽ ടേക്ക് ആക്ഷൻ. CWCൻ്റെ ഒരു തിങ്ങാണ് അവിടെ പോയിട്ട് അന്വേഷിച്ച് അതിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളത്. അവിടെ കുറ്റക്കാരിപ്പോൾ നാട്ടുകാരും കൂടിയാണ്, റൈറ്റ്? അപ്പോൾ ദ തിങ് ഈസ്, നമുക്കൊരു ലോ ഉണ്ട്, അതിൻ്റെ എനാക്ട്മെൻറ്റ് പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. സോ വീണ്ടും എപ്പോഴും പറയുന്ന ഡയലോഗ് പോലെ ഇറ്റ് ഈസ് ലൈക്ക്, ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഇനി എത്ര സംഭവങ്ങൾ, ലൈക്ക് ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ് ഈച്ച് ഡേ. ഇപ്പോൾ ഇന്നൊരു സംഭവം കഴിഞ്ഞു, അതിൻ്റെ ആഫ്റ്റർ മാത്ത് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് ഒരു ഇൻസിഡൻറ്റ് അവിടെ ഒക്വർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ആൻഡ് ഐ ഫീൽ സോ സോറി ഫോർ ദ കിഡ്. ലൈക്ക് ശരിക്കും ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. There are other ways where the child can be protected. And I hope one day everything will be good. Yes.